കാസർഗോഡ് നീലേശ്വരം കുടുംബാരോഗ്യ കേന്ദ്രം ക്രിസ്മസ് ദിനത്തിൽ അടച്ചിട്ടതായി പരാതി ഉയരുന്നു. ഇന്ന് അവധിയെന്ന് ആശുപത്രിയിൽ ബോർഡും വെച്ചു. ഡോക്ടർ എത്തിയിട്ടും ആശുപത്രി ജീവനക്കാർ തുറക്കാൻ കഴിഞ്ഞില്ല. ജീവനക്കാരെത്തിയില്ല എന്നതായിരുന്നു കാരണം. നാട്ടുകാരുടെ ആരോപണം ഇങ്ങനെയാണ്. നമുക്ക് ആദ്യം പ്രതികരണം കാണാം. ഞാൻ ഇന്ന് രാവിലെ വൈഫിന് ഇന്നലെ ഫോൺ ചെയ്തിട്ടൊന്ന് ഞാൻ വടകരയിൽ നിന്ന് മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ താമസിക്കുന്ന ഇവിടെ. അപ്പോൾ അവൾക്ക് പ്രഷർ ഓവറായിട്ട് ഡോക്ടർ MD കൊണ്ട് കാണിക്കണം, മംഗലാപുരത്ത് കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇന്ന് വന്നാണ്. അപ്പോൾ ഒന്നും കൂടി പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കാണിച്ചത് ഇവിടുത്തെ ഡോക്ടർക്കാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവം എങ്ങനെയാണെന്ന് പറയും. ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ നമ്മൾ മത്സ്യത്തൊഴിലാളി നമ്മളിവിടെ അല്ലാതെ വേറെ ഇവിടെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ മംഗലാപുരം പോകാൻ വേണ്ടിയിട്ട് പോലും നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളാണ് ഇവിടെ ഉള്ളത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രമാണ്. മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. ഇവിടെയാണ് ഇന്നിപ്പോൾ രാവിലെ ഈ രോഗികളൊക്കെ എത്തിയ സമയത്ത് കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചിട്ട നിലയിൽ കണ്ടത്. പക്ഷേ ഡോക്ടർ അവധിയായിരുന്നില്ല. ഡോക്ടർ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്ത് വാതിലൊക്കെ അടച്ച് പുറത്തെ ഗ്രില്ലും ഗേറ്റുമൊക്കെ അടച്ച നിലയിലായിരുന്നു. അങ്ങനെ ഡോക്ടർ ഈ ജീവനക്കാരെ വിളിക്കുന്നു. ജീവനക്കാരാണ് ഇന്ന് അവധിയാണെന്ന കാര്യം ഡോക്ടറെ അറിയിക്കുന്നത്. തുടർന്ന് കുറെ നേരം അവിടെ ചെലവഴിച്ച ശേഷം ഡോക്ടർ തിരിച്ചു പോവുകയായിരുന്നു. ജീവനക്കാരും തന്നെ എത്താൻ തയ്യാറായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് നാട്ടുകാർ DMOയെ ബന്ധപ്പെട്ടു, ജില്ലാ മെഡിക്കൽ ഓഫീസറെ ബന്ധപ്പെട്ടു. ജില്ലാ മെഡിക്കൽ ഓഫീസറും ഈ അവധി സംബന്ധിച്ച വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസർ കാര്യങ്ങൾ അന്വേഷിച്ചതോടുകൂടിയാണ് ജീവനക്കാർ ഈ ആശുപത്രിയിലേക്ക് എത്താൻ നിർബന്ധിതമായത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പരാതി ഈ ജീവനക്കാർക്കെതിരെ, ആശുപത്രി ജീവനക്കാർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.